അല്ലേ ആൾ കാണുന്നില്ലല്ലോ അളിയാ. അളിയാ ചുമ്മാരി 8 മണി ആറായാലേ ഉള്ളൂ. അവളിപ്പോ എവിടാ? അളിയാ നോക്ക് നോക്ക് നോക്ക്. അളിയാ, ദാ നോക്ക്, നോക്ക്. വരുന്നു അളിയാ, വരുന്നു. നീ എന്തായാലും ഇന്ന് ഇഷ്ടമെന്ന് പറയണം. കുറെ നാളായി കുത്തിരിപ്പ് പറഞ്ഞിട്ട്. നോക്ക്, ഞാൻ ആ കറുത്തു പോയി. പേരെന്താണോ നാടെന്താണോ എന്ന് പോലും അറിയത്തില്ല. പിന്നെ എങ്ങനെ അളിയാ അവളെ കണ്ടുപിടിക്കുന്നേ? എന്നാലും 3-4 മാസമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് അവളെ കാണാൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പിന്നെ നാളിൻ്റെ കാര്യം എടുത്ത് നീ പേടിക്കണ്ട. അവളുടെ ചരിത്രം തന്നെ അന്വേഷിക്കാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. ആരടാ? പാച്ചൻ. പാച്ചനോ? ആ, എൻ്റെ കൂടെ ട്യൂഷൻ പഠിക്കുന്ന കരുതി തന്നെ രാവണനാ, കോഴിക്കോട്ടുകാരൻ. ആ അളിയ കിട്ടിയാ? പിന്നെ കിട്ടാണ്ട് എന്ത് തരും? ഒരു ഫുള്ള് തരാടാ. ഫുള്ളൊന്നും വേണ്ട അളിയാ. നിന്റെ വീടിൻ്റെ അടുത്ത് ആ കുട്ടിയുടെ നമ്പറില്ലേ, അത് ഇങ്ങോട്ട് തരുന്നാൽ മതി. അതൊന്നും പറ്റില്ല. അവളെൻ്റെ പെങ്ങളെ പോലെ കാണുന്നേ. ഓഹോ, നീലടാ. നീ നോക്കുന്ന കുട്ടിയും എൻ്റെ പെങ്ങളെ പോലെ കാണുന്നേ. എടാ പുള്ളി അവള് കൊച്ചാടാ. കൊച്ചോ? ഓ, ഒന്ന് പറഞ്ഞു തുലക്കടാ. അവളുടെ വീട് ഐലൻഡ്. ഉള്ള പേര് മൃദു. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലയാ, ഓള് നായര. അപ്പം നമ്പർ വെള്ളിയാഴ്ച തരാടാ. വെള്ളിയാഴ്ചയോ? ഒരുപാട് വെള്ളിയാഴ്ച ഉണ്ടല്ലോ. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പോട്ടെ. പോകട്ടെ പോട്ടെ പോട്ടെ. ടാറ്റാ. മണ്ടനാന്ന് തോന്നുന്നു. എന്ത് നല്ല പേരാണല്ലേ, മൃദു. അവള് വരുന്നുണ്ട്. വേണോ? ചെല്ലടാ. എടാ പട്ടി. എടാ നിന്നോട് ചെല്ലാനല്ല പറഞ്ഞേ. ചെല്ല്. എന്തായാലും പറഞ്ഞിട്ട് പോയാ മതി. ഞാനാ പറഞ്ഞത് ചെല്ല്. ഞാനാ പറഞ്ഞത് ചെല്ല്. അത് എന്താ തന്റെ പ്രോബ്ലം? കുറെ ആയല്ലോ എന്റെ പിന്നാലെ നടക്കുന്നു. അതെ, ഇവന് തന്നോട് ചോദിച്ചില്ല. ഹലോ ഹലോ ഹലോ. തനിക്ക് എന്താ പ്രോബ്ലം? കുറെ നാളായല്ലോ എന്റെ പിന്നാലെ നടക്കുന്നു. അത് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനാണോ താൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തനിക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാ. എന്താ ഇത്രയും നാൾ പറയാതിരുന്നത്? തനിക്കെന്നെ ഇഷ്ടമല്ലെന്നല്ലേ പറയാൻ പോന്നേ? എനിക്ക് തന്നെ. തനിക്ക് എന്നോട് ഇഷ്ടമല്ലെന്നല്ലേ പറയാൻ പോന്നേ? താൻ പറയണ്ട, താൻ പോ. അതെ, എനിക്ക് തന്നെ ഇഷ്ടാട്ടോ. എന്തായി? എന്നെ ഇഷ്ടമാന്ന്. മോനെ നീ വന്നാ മതി. എങ്ങോട്ടാ? ശരിയല്ലേ, പോട്ടെ. ശരി. നീ എങ്ങോട്ടാടാ? അതൊക്കെ ഉണ്ടോ, നീ ഇറങ്ങു മോനെ. വാ. ആ ദേ വരുന്നു മൃദു. മൃദു വിളക്കാനാണോ? അല്ലാതെ ഓടെയൊക്കെ ഒരു ക്രിസ്ത്യാനി ചെക്കൻ ഇങ്ങനെ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ നീ ഓർത്തോണം ഒരു പെണ്ണിനെ കാണാനാന്ന്. ഹായ് ഹായ്, കൊള്ളാലോ ഇന്ന്. ഓ, അമ്പലത്തിലൊക്കെ വരുന്ന ശീലം ഉണ്ടല്ലേ? എനിക്കൊരു കടം തീർക്കാനുണ്ടായിരുന്നു. എന്ത് കടം? എനിക്കൊരു മരക്കോന്നിനെ തന്നതിന്റെ കടം. ഓ, അപ്പൊ എന്ത് പറഞ്ഞു? നിനക്ക് ഇവനെ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു. പിന്നെ നശിപ്പിച്ചു. എന്ത് പറ്റി? എന്താണ് നിർത്തിയേ? നീ എന്താ കാണിച്ചെന്ന്? ഓ, ഒന്നുമില്ലടാ.
അതല്ല എന്തോ ഉണ്ട്. അവളത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? എനിക്ക് അവളെ അത്ര വിശ്വാസം പോരടാ. നീ എന്താ പറയുന്നേ? അവിടെ സ്നേഹം സിൻസിയർ ആണോന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ അതൊക്കെ എന്താ എനിക്കിപ്പോൾ എങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എനിക്കങ്ങനെ തോന്നി. കാര്യം പറ. എനിക്കങ്ങനെ തോന്നി. ഡാ അപ്പോൾ ശരി, ബൈ. ആ വിഷ്ണു, നീ എന്താ ഇവിടെ? നീ ഒട്ടും എന്നെ പ്രതീക്ഷയില്ലല്ലേ? എന്താ വിഷ്ണു? നീ എന്താ ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനി യാതൊരു ബന്ധവും എബിനുമായിട്ട് പാടില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അവനെ എന്ത് ഇഷ്ടമാണെന്ന് നിനക്കറിയില്ലേ? സ്നേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു അർഹതയില്ല. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? ഒന്നും അറിയത്തിന് നാട്യമുണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോ. ഡാ നീ മൃദുവിനെ കണ്ടോ? ഞാനിത് കണ്ടില്ല. നീ ഇപ്പം എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ? ഞാൻ എന്ത് പറഞ്ഞു എന്നാ? നീ എന്താ പറഞ്ഞെന്നോ? ഞാൻ എന്ത് പറഞ്ഞു എന്നാ നീ പറയുന്നത്? നിനക്ക് എൻ്റെ വായിൽ തന്നെ അറിയണോ അത്? ഞാൻ ഇഷ്ടമാകുന്ന ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നല്ലോടാ. ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. അതോടാ നീ കൂടെ നിന്ന് നീ എന്നെ ചതിക്കുമായിരുന്നു. മനസ്സിലാക്കാത്തവനെ എനിക്കും വേണ്ട. നീ പോടാ. നീ ഒരിക്കലും എന്നെ മനസ്സിലാക്കൂടാ. നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനില്ലേ? ഇത്രയും നാളുകൾക്കിടയിൽ എന്നോട് അവൻ ഇങ്ങനൊന്നും പെരുമാറിയിട്ടില്ല. അപ്പോ അവൻ പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഇനിയും നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ. അപ്പോ ഒന്ന് ചിരിച്ചേ. ഇനിയും പിണങ്ങിയിരുന്നാൽ ഞാൻ പോവും കേട്ടോ. എന്നാ പിന്നെ ഞാൻ നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീം വാങ്ങിട്ട് വരാം. എനിക്ക് അത്യാവശ്യം അവിടെ പോകണം. ഓക്കെ ബൈ ഡാ. ശരി. ആ ശരി ശരി. ഓക്കെ ഓക്കെ. നീ എന്താ ഇവിടെ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വരില്ലെന്ന്? എൻ്റെ മിസ്സുമാരൊക്കെ ഉള്ളതാ, വാ ഇങ്ങോട്ട്. ഡാ നിനക്കും അവൻ്റെ സൂക്കേട് പിടിച്ചോ? ഞാൻ പോകാനല്ല വന്നേ. എനിക്ക് എന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. നീ ചതിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. ആര് പറഞ്ഞു നിന്നോട് ഈ നുണയൊക്കെ? നീ എൻ്റെ മുമ്പിൽ അഭിനയിക്കരുത്. നിന്റെ ഫോണിൽ കൂടെ തന്നെ എല്ലാം ഞാൻ അറിഞ്ഞു. ആരാവൻ? ഹായ് മൃദു. ഹായ് മൃദു. ആരാവൻ? പറഞ്ഞു കൊടുക്കടി ഞാൻ ആരാന്ന്. ആ എനിക്കറിയില്ല. നിനക്കെന്നെ അറിയില്ലല്ലേ? ആരാ നീ? ഓ നിനക്ക് ഇവിടെ ഇഷ്ടമാണോ? കുറേ നാളായി എൻ്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുക. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഇനി നാവ് ഇറങ്ങിപ്പോയാ? നിനക്ക് ഇവനോട് ഇഷ്ടമുണ്ടോ? ഒരിക്കലും അല്ല. കണ്ണി കണ്ടവനെയൊക്കെ സ്നേഹിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ ഈ ലോകത്ത് ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവള് പറഞ്ഞ നീ കേട്ടില്ലേ? അവൾക്ക് നിന്നോട് യാതൊന്നുമില്ല. പിന്നെ നിന്റെ ഓരോ ധാരണകളായിരിക്കും ഇഷ്ടമുണ്ടെന്നൊക്കെ. ധാരണകൾ അല്ലേ? ഓ
നിന്റെ മുഖത്തുള്ള ഈ പുച്ഛാണല്ലോ അതങ്ങ് നിർത്തിക്കോ. പിന്നെ നമ്മൾ തമ്മിൽ കാണുന്ന ഇങ്ങനെയല്ലായിരിക്കും. ഓക്കെ, വാ കയറി. എന്തു പറ്റി? എനിക്ക് പോണം. 1 മിനിറ്റ്. ഹലോ ഹലോ, നീ എവിടെയാ? സോറി മുത്തേ. ക്രിസ്റ്റി, പോകാം. ഒരു മിനിറ്റ്. ആ ഞാൻ വൈകിട്ട് വിളിക്കാം. വിളിക്കാം, തിരക്കില്ല. ശരി. പ്രണയത്തിൻ്റെ വിജയം വിവാഹമല്ല, മരണം വരെ പ്രണയിക്കുക എന്നാണ്. ഇഷ്ടപ്പെടാൻ ഒരു നോട്ടം മതി, പിണങ്ങാൻ ഒരു കാരണം മതി, മറക്കാൻ ഇതൊന്നും മതിയാവില്ല. അതാണ് സ്നേഹം. സൗഹൃദങ്ങൾ അതിനുമപ്പുറമാണ്. ചില തേപ്പ് പ്രണയകഥകൾ നമുക്കുണ്ടായാലും ചില നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇതൊന്നും എൻ്റെ വാക്കല്ല, കാലത്തിൻ്റെ വാക്കാണ്.